നമസ്കാരം. വ്യോമസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേന്ദ്ര വിദ്യാലയങ്ങളായി സ്കൂൾ പഠനം. അച്ഛനെ പോലെ പൈലറ്റ് ആകണമെന്ന കുട്ടിക്കാല മോഹം കണ്ണട വെക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടെ ഇല്ലാതായപ്പോൾ വിഷമിച്ച കൗമാരം. മെഡിസിനും എഞ്ചിനീയറിംഗിനും ഒരേ സമയം പ്രവേശനം കിട്ടിയപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനെടുത്ത തീരുമാനം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉന്നത വിജയം കൈവരിച്ച ശേഷം ഹാർഡ്വെയർ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച സാഹചര്യം. മൈക്രോസോഫ്റ്റിൽ എഞ്ചിനീയറിംഗിൽ ഉന്നത വിജയം കൈവരിച്ച ശേഷം ഹാർഡ്വെയർ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച സാഹചര്യം. മൈക്രോസോഫ്റ്റിൽ ചേരാനുള്ള നിയമന ഉത്തരവ് അവഗണിക്കാനെടുത്ത തീരുമാനം. കമ്പ്യൂട്ടറിൽ നിന്ന് മൊബൈലിലേക്ക് ചുവടുമാറ്റി വലിയ വിജയം നേടിയ സംരംഭകത്വം. രാഷ്ട്രീയക്കാരോട് മല്ലിട്ടതിൽ ഉണ്ടായ മനമടുപ്പ് രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ മറികടന്ന വ്യവസായി. എന്തിനും മേലെ രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിച്ച സൈനിക പുത്രൻ. അസാധാരണത്വം തുളുമ്പുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജീവിത പടവുകൾ. വിധിയുടെ വിളയാട്ടം പോലെ അവിചാരിത സംഭവങ്ങൾ, എല്ലായിടത്തും വിജയം വരിച്ച മുന്നേറ്റം. ബംഗളൂരുവിൽ കോവിഡ് കാല വാക്സിൻ ക്യാമ്പിന് നേതൃത്വം നൽകുകയാണ് രാജ്യസഭാ അംഗം രാജീവ് ചന്ദ്രശേഖർ. ബാംഗ്ലൂരിൽ കോവിഡ് കാല വാക്സിൻ ക്യാമ്പിന് നേതൃത്വം നൽകുകയാണ് രാജ്യസഭാ അംഗം രാജീവ് ചന്ദ്രശേഖർ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ ഫോൺ ഡൽഹിയിൽ എന്നുവരും, എത്തുന്ന ദിവസം പറഞ്ഞു. ഡൽഹിയിൽ എത്തിയ ദിവസം രാവിലെ BJP സംഘടനാ സെക്രട്ടറി BL സന്തോഷിന്റെ ഫോൺ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നോ എന്ന് തിരക്കി. വിളിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പറയാനുള്ള കാര്യത്തിന്റെ കുറിപ്പ് തയ്യാറാക്കുകയാണ് എന്ന് മറുപടി നൽകി. കുറിപ്പൊന്നും വേണ്ട, നിങ്ങളെ മന്ത്രിയാക്കാനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ചിരിയോടെ BL സന്തോഷ് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. മണിക്കൂറുകൾക്കകം നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇലക്ട്രോണിക്സ് IT വകുപ്പ് സഹമന്ത്രിയായി തുടക്കം. പിന്നാലെ നൈപുണ്യ വികസന സംരംഭ വകുപ്പും ജലശക്തി വകുപ്പിന്റെ അധിക ചുമതലയും കൂടി ലഭിച്ചു. രാജ്യസഭയിലെ പ്രകടനമായിരുന്നു മന്ത്രി പദവിയിലേക്ക് വഴി. ഹാജർ നില മുതൽ ചോദ്യോത്തരവേളയിലടക്കം വിവിധ പാർലമെന്ററി നടപടികൾ നടത്തിയ ധീരവും സുതാര്യവും ഫലപ്രദവുമായ ഇടപെടലുകൾ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ടെലികോം നയം മുതൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നത് വരെയുള്ള വിഷയങ്ങളിൽ 500-ലധികം ചോദ്യങ്ങളാണ് രാജ്യസഭയിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്. ആത്മാർത്ഥതയുടെ ശബ്ദവും ആത്മാഭിമാനത്തിന്റെ നിഴലുമായിരുന്നു ഓരോ ചോദ്യം. പൊതുജീവിതത്തിലെ അഴിമതിക്കെതിരെ സന്ധിയില്ല സമരമെന്നത് ജീവിതവൃതം പോലെ കൊണ്ടുനടന്ന രാജീവ് ചന്ദ്രശേഖർ 2G കുംഭകോണമടക്കം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നു. 2006 ജൂൺ മാസത്തിലെ ഒരു ഞായർ ബാംഗ്ലൂരിലെ വീട്ടിൽ അവധി ദിവസം കുട്ടികൾക്കൊപ്പം ചെലവിടുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ആത്മീയ കാര്യങ്ങളിൽ ഉപദേശകനായ സുഹൃത്ത് കാണാൻ വന്നു. ആശുപത്രിയിൽ കിടക്കുന്ന മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയെ കാണാൻ കൂടിയാണ് അദ്ദേഹം എത്തിയത്. ഗൌഡയെ കാണാൻ കൂടെ വരാൻ സുഹൃത്ത് നിർബന്ധിച്ചതിനാൽ ഒപ്പം പോയി. ദേവഗൌഡയെ കണ്ടു, സംസാരിച്ചു. സംസാരത്തിനിടയിൽ രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ഗൌഡ നേരിട്ട് ചോദിച്ചപ്പോൾ ആദ്യം രാജീവ് അമ്പരന്നു. നിങ്ങളെ പോലുള്ളവർ രാഷ്ട്രീയത്തിൽ എത്തണം, BJPയുടെ കൂടി പിന്തുണ കിട്ടിയാൽ രാജ്യസഭയിലേക്ക് ഞാൻ പിന്തുണയ്ക്കാം എന്നുകൂടി ദേവഗൌഡ പറഞ്ഞപ്പോൾ കാര്യം ഗൗരവമുള്ളതെന്ന് തോന്നി. രാജീവ് ചന്ദ്രശേഖർ നേരെ പോയത് സുഹൃത്തും BJP നേതാവുമായ അനന്തകുമാറിന്റെ വീട്ടിലേക്ക്. ദേവഗൌഡ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നല്ല കാര്യമാണ്, ഉടൻ തന്നെ ഡൽഹിയിൽ പോയി LK അദ്വാനിയെ കാണുക എന്ന ഉപദേശം അനന്തകുമാർ നൽകി. പിറ്റേന്ന് തന്നെ ഡൽഹിയിലേക്ക് പറന്നു. അദ്വാനിയും പച്ചക്കൊടി കാട്ടി. 3 ആഴ്ചയ്ക്കകം BJP ജനതാദൾ പിന്തുണയോടെ സ്വതന്ത്ര അംഗമായി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ. 6 വർഷത്തിന് ശേഷം സ്വതന്ത്രനായി തന്നെ വീണ്ടും രാജ്യസഭയിൽ. 2018-ൽ 3-ാം തവണയും രാജ്യസഭയിൽ എത്തിയപ്പോൾ സ്വതന്ത്രന്റെ മേലങ്കി രാജീവ് ഉപേക്ഷിച്ചിരുന്നു. BJPയുടെ പ്രതിനിധി എന്ന അഭിമാനത്തോടെ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി സഭയിൽ അംഗവുമായി. നൽകിയ വകുപ്പുകൾ നല്ല നിലയിൽ കൈകാര്യം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനുമായി. 2011-ൽ മുൻകൂട്ടി അനുമതി ചോദിച്ച് അഹമ്മദാബാദിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ എത്തി. മുഖ്യമന്ത്രിയുടെ മേശയുടെ മുകളിൽ ആകെ ഒരു ഫയൽ മാത്രം. നമസ്കാരം പറഞ്ഞ് ഇരുവരും ഇരുന്നു. നരേന്ദ്രമോദി ഫയൽ തുറന്നു. ഒരു ഭാഗം അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വായിച്ചു. 2 വർഷം മുൻപ് രാജ്യസഭയിൽ രാജീവ് ചന്ദ്രശേഖർ നല്ല ഭരണനിർവഹണം എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പിയായിരുന്നു അത്. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ വിശദീകരണമായിരുന്നു മോദിക്ക് അറിയേണ്ടിയിരുന്നത്. കൃത്യമായ വിശദീകരണം നൽകി. രാജീവ് ചന്ദ്രശേഖർ ആ നിമിഷം നരേന്ദ്രമോദി എന്ന നേതാവിന് കീഴ്പ്പെട്ടുപോയി. രാജ്യസഭയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ആവർത്തന വിഷയമാണ് നല്ല ഭരണ നിർവഹണം എന്നത്. രാജ്യത്തിന്റെ സംരംഭകത്വത്തെ അഴിച്ചുവിട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കൊപ്പം ഭരണപരിഷ്കാരങ്ങളും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം ബജറ്റ് ചർച്ചകളിലും അല്ലാതെയും ആവർത്തിച്ചിരുന്നു. വിഷയം പഠിച്ച് അവതരിപ്പിച്ചിരുന്നെങ്കിലും സ്വതന്ത്ര അംഗത്തിന് കാര്യമായ പ്രാധാന്യം കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ഗൗരവത്തിലെടുക്കുന്നതും സംശയം ചോദിക്കുന്നതും. നരേന്ദ്രമോദിയുടെ മുന്നിൽ മനസ്സ കീഴടങ്ങുകയല്ലാതെ എന്തു ചെയ്യാൻ? 10 വർഷത്തിന്
അതിനുശേഷം 2021 മോദിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തി രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും ജനസേവനത്തിനാണ് വരുന്നത്, പക്ഷേ അത് വിജയത്തിലെത്തിക്കണം. അതിന് ഹൃദയം മാത്രം പോരാ, കഠിനാധ്വാനവും വേണം. മന്ത്രിയായ ശേഷം ആദ്യം കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയത്തിലേക്ക് വഴിതെളിച്ചത് ദേവഗൌഡയും അദ്വാനിയുമാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ അടുത്തിടപെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇവരായിരുന്നില്ല. കോൺഗ്രസ് കാലത്ത് കേന്ദ്രമന്ത്രിമാരായിരുന്ന രാജേഷ് പൈലറ്റും സുഗ്രാമും ആയിരുന്നു. അമേരിക്കയിലേക്ക് ജോലിക്കായി തിരിച്ചു പോകാൻ ഒരുങ്ങിയ രാജീവിനോട് ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചത് രാജേഷ് പൈലറ്റാണ്. സൈനികനായിരുന്ന രാജേഷ് പൈലറ്റ് കുടുംബ സുഹൃത്തും രാജീവിന്റെ അച്ഛന്റെ ശിഷ്യനുമായിരുന്നു. രാജീവ് ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ പൈലറ്റ് അവസരം ഒരുക്കി. പിന്നീട് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായപ്പോൾ രാജേഷ് പൈലറ്റ് ആ മേഖലയിൽ രാജ്യത്തിന്റെ സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു. BPL മൊബൈൽ എന്ന രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ കമ്പനിയുടെ വിത്ത് വാങ്ങൽ അങ്ങനെയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയിൽ മൊബൈൽ ബിസിനസ് വളരില്ല എന്ന് ഉപദേശിച്ചു. പകരം PCOകളും STD ബൂത്തുകളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. രാജേഷ് പൈലറ്റിന് പകരം സുഗ്രാം ടെലികോം മന്ത്രിയായതോടെ കൂടുതൽ പ്രശ്നമായി. സുഗ്രാമിനെ മൊബൈലിനെ കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയില്ല. പലതവണ അദ്ദേഹത്തിന് മുന്നിൽ പദ്ധതിയുടെ അവതരണം നടത്തി. എല്ലാ തവണയും ഭംഗീരം എന്ന് പറഞ്ഞു വിടുന്നതല്ലാതെ ലൈസൻസ് നൽകിയില്ല. അവസാനം സുഗ്രാം നേരിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന മുതിർന്നവർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരുമായി വരൂ എന്ന്. മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം രാജീവിന് മനസ്സിലായില്ല. പുറത്തിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി കൊടുത്തു. കൈക്കൂലി നൽകിയാലേ കാര്യം നടക്കൂ എന്നാണ് സുഗ്രാം വളച്ചുകെട്ടി പറഞ്ഞത്. കാലതാമസം വരുത്താൻ സുഗ്രാമിന് കഴിഞ്ഞെങ്കിലും രാജീവിന്റെ BPL മൊബൈൽ കമ്പനിയുടെ വരവ് തടയാനായില്ല. 1994 മുംബൈയിൽ അമിതാഭ് ബച്ചൻ BPL മൊബൈൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് മോഹൻലാലാണ് കേരളത്തിലെ ഉദ്ഘാടനം നിർവഹിച്ചത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ മൊബൈൽ ലൈസൻസുകളുള്ള BPL 10 ലക്ഷത്തോളം ഉപഭോക്താക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സെല്ലുലാർ ഓപ്പറേറ്ററായി. രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനികളുടെ ഉടമ എന്ന പേര് മലയാളിയായ രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തമായി. രാജേഷ് പൈലറ്റിന്റെ പ്രേരണയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ടെലികോം മേഖലയിലേക്ക് തിരിച്ചതെങ്കിലും അതിന് മറ്റൊരു നിമിത്തവും കൂടി ഉണ്ടായി. അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെ ഇന്റർ കമ്പനിയുടെ സീനിയർ ഡിസൈൻ എഞ്ചിനീയർ എന്ന നിലയിൽ ജോലി നോക്കുമ്പോഴാണ് കല്യാണം കഴിക്കാനായി കേരളത്തിലെത്തിയത്. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് വിപ്ലവം കുറിച്ച തലശ്ശേരി സ്വദേശി KPG നമ്പ്യാരുടെ മകൾ അഞ്ജു ആയിരുന്നു വധു. ഭാര്യയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. രാജീവ് ചന്ദ്രശേഖറിന് ഗ്രീൻ കാർഡ് പുതുക്കുന്നതിന് അമേരിക്കയിലെ എംബസിയിലേക്ക് ആ ദിവസം വിളിക്കേണ്ടതുണ്ടായിരുന്നു. നല്ല മഴ ദിവസം. ഗ്രീൻ കാർഡ് അപേക്ഷ പുതുക്കാനായില്ലെങ്കിൽ മടക്കയാത്രയും മറ്റു കാര്യങ്ങളും വൈകും. താമസിച്ചിരുന്ന വനമാല ഹോട്ടലിൽ നിന്ന് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തു. സാധാരണ കോളിന്റെ 8 ഇരട്ടി തുക നൽകി. എന്നിട്ടും വ്യക്തമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടി. ഇന്ത്യയിലെ ടെലികോം രംഗത്തിന്റെ ശോചനാവസ്ഥ നേരിൽ ബോധ്യമായി. എന്തെങ്കിലും ചെയ്യണമെന്ന ആശയമുണ്ടായി. കാത്തിരുന്ന് കിട്ടാതെ പോയ ട്രങ്ക് കോളിന് ശേഷം മഴ പെയ്തു തോർന്ന ആ നിമിഷം രാജീവ് തീരുമാനമെടുത്തു. ഇനി അമേരിക്കയിലേക്ക് മടക്കയാത്രയില്ല. ഗുരുവായൂരിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ച ആ ട്രങ്ക് കോൾ ഇന്ത്യൻ വാർത്താവിനിമയ രംഗത്തിന്റെ മാറ്റത്തിന് കാരണമായി. രാജീവ് ചന്ദ്രശേഖർ എന്ന സംരംഭകൻ പിറവി കൊണ്ടതും അന്നാണ്. 18 വർഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖറിനോട് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും. ഏതു മണ്ഡലമാണ് ഇഷ്ടം എന്ന് പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ഉത്തരം തിരുവനന്തപുരമാണ്. 30 വർഷമായി താമസിക്കുന്ന ബംഗളൂരോ ജനിച്ച അഹമ്മദാബാദോ പറഞ്ഞില്ല. ഏത് സീറ്റ് ചോദിച്ചാലും ലഭിച്ചേക്കുമായിരുന്നു. എന്നിട്ടും ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം. ജീവിതത്തിൽ ഓരോ പടവിലും സംഭവിച്ചതുപോലെ അദൃശ്യ ഇടപെടൽ അവിടെയുമുണ്ടായി.